ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷാസിയാണ്. ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിൽ തന്നെ 8+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഷാസിയോ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ സെഷൻ. കാർബൺ ബ്ലൂ ഗ്ലോബൽ എന്ന കമ്പനിയിൽ ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിലാണ് ഷാസിയോ വർക്ക് ചെയ്യുന്നത്. ഹലോ. ഹായ്. ഓക്കെ, എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. വൈ ഡിഡ് യു സ്പെഷ്യലൈസ് ഇൻ ക്വാണ്ടിറ്റി സർവേയിങ്? എന്തുകൊണ്ട് ക്വാണ്ടിറ്റി സർവേയിങ് ചൂസ് ചെയ്തു? ആക്ച്വലി ക്വാണ്ടിറ്റി സർവിങ്ങിലുള്ള ഒരു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് സൈറ്റിൽ വർക്ക് ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണെങ്കിലൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് എടുത്തു. ബട്ട് കംപ്ലീറ്റ്ലി ഒരു സൈറ്റ് ബേസ്ഡ് ജോബിനോട് അത്ര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഹണ്ടിലാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തുന്നത്. അപ്പം ഇനീഷ്യലി പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും അറിയില്ലായിരുന്നു. എസ്റ്റിമേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ജോബ്, അത്രയൊക്കെ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിന്റെ ഒരു പോസിബിലിറ്റീസും ഇതിന്റെ ഒരു റീച്ചും പിന്നെ ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന റെസ്പെക്റ്റും ഒക്കെ മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ കരിയർ പാത്ത് എന്നുള്ളത്. പിന്നെ ലൈക്ക് ഫൈനൽ ഇയർ ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ കരിയർ തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് മിക്കവാറും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. നമുക്കൊരു കോർ ടെക്നിക്കൽ ജോബ് വേണം, ബട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നുള്ള ഒരു ഐഡിയ കുറവായിരിക്കും. അപ്പം ആ ഒരു ക്ലാരിറ്റി നമുക്ക് കുറവായിരിക്കും. സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് പോലും അറിയാത്ത പലരും നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഹാഫ് ഓഫ് ദ വർക്ക് ഇസ് ഡൺ. പിന്നെ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ലാക്ക് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്. അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ആ 4 വർഷത്തിനിടയിൽ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഇത് ഓരോന്നും എവിടെയാണ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ലൈക്ക് ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ എവിടെയാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ക്ലാരിറ്റി തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തുന്നത്. എത്തിയതിന് ശേഷമാണ് ഇൻഡസ്ട്രിയിൽ എത്രത്തോളം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രൊഫഷൻ ആണിത് എന്നൊക്കെ മനസ്സിലാക്കുന്നതും. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇടയായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് കർവ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രൊഫഷനിൽ കമ്പീറ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് പല പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതിപ്പം ചിലപ്പം പുതിയ ടെക്നോളജീസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സ് ആയിരിക്കും, പുതിയ സോഫ്റ്റ്വെയർസ് ആയിരിക്കും. അപ്പം എങ്ങനെയാണെങ്കിലും വി ഷുഡ് ബി ഓപ്പൺ ടു ലേണിംഗ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഈ ഒരു QS എന്നുള്ള പ്രൊഫഷനിലേക്കുള്ള ഒരു സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് ഒരു ക്വാണ്ടിറ്റി സർവേയറിന്റെ റോൾ എന്ന് പറയുന്നത്? ഏതൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലും അതിന്റെ കമേഴ്ഷ്യൽ ആൻഡ് കോൺട്രാക്ച്വൽ സൈഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആൻഡ് കോൺട്രാക്ച്വൽ സൈഡ് മാനേജ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. അപ്പം മെയിൻലി ഇതിൽ 2 ടൈപ്പ് ഓഫ് റോളുകളാണ് ഉള്ളത്. ലൈക്ക് ബേസ്ഡ് ഓൺ ഹൂ ദി ആർ റെപ്രസെന്റിങ്. നമുക്ക് കോൺട്രാക്ട് QS ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലയന്റ് QS ഉണ്ടാവും, ആൻഡ് ദേ മൈറ്റ് ബി കൺസൾട്ടൻസ് ടു. അപ്പം നമ്മളൊരു കോൺട്രാക്ടർ QS എന്ന് പറയുമ്പോൾ നോർമലി ഒരു കോൺട്രാക്ടർ ഒരു പ്രോജക്റ്റിന് വേണ്ടി ബിഡ് ചെയ്യുമ്പോൾ അവരൊരു പ്രോഫിറ്റ് മാർജിൻ സെറ്റ് ചെയ്യും. അപ്പം ഈ പ്രോഫിറ്റബിലിറ്റി മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കോൺട്രാക്ടർ QSന്റെ മേജർ റോൾ. പിന്നെ നമ്മൾ ക്ലയന്റിലേക്ക് വരികയാണെങ്കിൽ ക്ലയന്റ് ഒരു പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവർക്കൊരു ബേസ് ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതിനുള്ള വേസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു ക്ലയന്റ് QSന്റെ മേജർ റോൾ. പിന്നെ ക്വാണ്ടിറ്റി സർവേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് പല ഫേസസിലായിട്ടാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഡെലിവറി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കോസ്റ്റ് എസ്റ്റിമേഷൻ, ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്, പ്രൊക്യൂർമെന്റ്, വാല്യൂ എഞ്ചിനീയറിംഗ്, ദെൻ ചേഞ്ച് മാനേജ്മെന്റ്, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, ബഡ്ജറ്റിംഗ്. ഞാനിപ്പം പറയുന്ന ഓരോ ടേംസും തന്നെ ആ ബ്രോഡ് കാറ്റഗറീസിന് ഇത്തരം.
ഞാൻ ജസ്റ്റ് അതിന്റെ നെയിംസ് മെൻഷൻ ചെയ്തതാണ്. അപ്പം ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളൊക്കെ മാനേജ് ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റി സർവേയർ ആയിരിക്കും. പിന്നെ നമ്മളിപ്പോ ഒരു പ്രോജക്റ്റിന്റെ സക്സസ് മെഷർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അതിപ്പോ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും ബാക്കിയുള്ള ഇൻഡസ്ട്രീസിലാണെങ്കിലും ഒക്കെ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റ് മാർജിൻ, റൈറ്റ്? അതായത് ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറയണമെങ്കിൽ ഫിനാൻഷ്യലി സക്സസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സും മാനേജ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ് ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഒരു ക്വാണ്ടിറ്റി സർവേയർക്ക് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം ക്വാണ്ടിറ്റി സർവേയർ എന്നുള്ള പേരിൽ മാത്രമായിരിക്കില്ല ഇവർ അറിയപ്പെടുന്നത്. പല ഡിഫറെന്റ് നെയിംസിലായിട്ടും ഡിഫറെന്റ് പൊസിഷൻസിലായിട്ടും നമുക്ക് ക്വാണ്ടിറ്റി സർവേയറുടെ തന്നെ ജോബ് റോൾസ് ഉണ്ട്, പല പോസ്റ്റുകളുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് എഞ്ചിനീയർ ഉണ്ട്, കോൺട്രാക്ട്സ് എഞ്ചിനീയർ, ബില്ലിംഗ് എഞ്ചിനീയർ, പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ, പിന്നെ എസ്റ്റിമേഷൻ എഞ്ചിനീയർ. അതൊക്കെ ക്വാണ്ടിറ്റി സർവേയിങ്ങിന്റെ അണ്ടറിൽ തന്നെ വരുന്ന പല പല പോസ്റ്റുകളാണ്. അപ്പം ഇത് പോസ്റ്റ് മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓൾസോ വേരീസ്. നമുക്ക് ഒന്നിക്കൽ ഒരു റോളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന ഒരു റോൾ എന്നുള്ള രീതിയിലും വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ റോളിനെ പറ്റി പറഞ്ഞ സമയത്ത് ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏതൊരു സ്റ്റേജിലാണ് ഒരു ക്വാണ്ടിറ്റി സർവേയറിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നത്? നമുക്ക് മെയിൻലി കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന് 3 ഫേസസ് ആണ് ഉള്ളത്. ഒന്ന് പ്രീ കോൺട്രാക്ട് ഫേസ്, പിന്നെ ഉള്ളത് പോസ്റ്റ് കോൺട്രാക്ട് ഫേസ്, ദെൻ ഹാൻഡ് ഓവർ. അപ്പം ഈ ഒരു പ്രീ കോൺട്രാക്ട് ഫേസിൽ ഒരു കോൺട്രാക്ട് അവോർഡ് ആവുന്നതിന് മുമ്പേ വരുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പോസ്റ്റ് കോൺട്രാക്ട് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോൺട്രാക്ട് അവോർഡ് ആയി കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ഫേസ് ആയിരിക്കും. പിന്നെ ഹാൻഡ് ഓവർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി എന്നിട്ട് കോൺട്രാക്ടർ ഈ ഒരു പ്രോജക്റ്റ് ക്ലയന്റിന് കൈമാറുകയാണ് ഫോർ ദെം ടു ഓക്യുപ്പൈ. അപ്പൊ ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസസ് ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പില്ലേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കയ്യിൽ ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇനഫ് ഫണ്ടും ഉണ്ട്, നമുക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഒരു ഡിസൈൻ. നമുക്കതിൻ്റെ ഡ്രോയിങ്സ് ആവശ്യമാണ്. പലതരത്തിലുള്ള ഡ്രോയിങ്സ് ഉണ്ടാവും, ലൈക്ക് സ്ട്രക്ചറൽ ഡ്രോയിങ്സ്, ആർക്കിടെക്ചറൽ ഡ്രോയിങ്, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഡിസൈൻ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. പിന്നെ വരുന്നതാണ് നമുക്കതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് അറിയണം. നമുക്ക് ഇനീഷ്യലി ഡ്രോയിങ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് നമുക്ക് എടുക്കാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വേണം എന്നുള്ളത് അറിയണം. സോ അതാണ് നമ്മളുടെ രണ്ടാമത്തെ പില്ലർ. പിന്നെ വരുന്നതാണ് നമ്മളുടെ എക്സിക്യൂഷൻ ഫേസ്. അതായത് നമ്മൾ ആ പ്രോജക്റ്റ് ഫിസിക്കലി കൺസ്ട്രക്ട് ചെയ്യുകയാണ് ഓൺ സൈറ്റ്, അത് എക്സിക്യൂഷൻ ഫേസ്. അതിന് പാരലലായിട്ട് തന്നെ ഉള്ള കാര്യങ്ങളാണ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. അതായത് നമ്മളൊരു പ്രോജക്റ്റ് ജസ്റ്റ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് ഇട്ടാൽ പോരാ, ഓരോന്നിനും അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷൻസും ഉണ്ടാവും. അത് മെറ്റീരിയൽസിനാണെങ്കിലും വർക്ക്മാൻഷിപ്പിനാണെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ് ക്വാളിറ്റിയിൽ. അതുപോലെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ സൈറ്റിലുള്ള വർക്കേഴ്സിൻ്റെ അതൊക്കെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യണം ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. അപ്പം ഈ 4 പില്ലേഴ്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ ഉണ്ടാവുക. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഈ ഡിസൈൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു മേജർ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വിൽ ബി ഡ്യൂറിങ് പ്രീ കോൺട്രാക്ട് ഫേസ്. അതായത് നമ്മൾ കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ. പിന്നെ എക്സിക്യൂഷൻ ആണെങ്കിലും ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ആണെങ്കിലും അവരുടെ ഒരു മേജർ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വിൽ ബി ഡ്യൂറിങ് പോസ്റ്റ് കോൺട്രാക്ട് ഫേസ്. പിന്നെ ഉള്ളതാണ് നമുക്ക് കോസ്റ്റ്. ഈ കോസ്റ്റ് എന്നുള്ള അവിടെയാണ് ഒരു ക്വാണ്ടിറ്റി സർവേയുടെ ഒരു റോള് വരുന്നത്. അപ്പം ക്വാണ്ടിറ്റി സർവേയേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇനീഷ്യൽ ഡിസൈൻ സ്റ്റേജ് തൊട്ട് കംപ്ലീഷൻ വരെയും അത് കഴിഞ്ഞ് ഡ്യൂറിങ് ഹാൻഡ് ഓവർ പ്രോസസ്സും പല ഫേസസിലായിട്ടും പല ഡിഫറെന്റ് റോൾസിലായിട്ടും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ് ആയിരിക്കും.
ഓക്കെ, നമ്മളിപ്പോ ഡിഫറെന്റ് സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് നമ്മുടെ ക്വാണ്ടിറ്റി സർവേന്റെ റോള് എന്ന് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതേപോലെ തന്നെ ആ ഒരു സ്റ്റേജിൽ അവർ ചെയ്യുന്ന ടാസ്ക് എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും? യെസ്. അപ്പം ആദ്യം നമുക്ക് ഇനീഷ്യലി ഡ്രോയിങ്സ് ഒക്കെ റിസീവ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സ് പ്രിപ്പയർ ചെയ്യും. അതായത് ലൈക്ക് ഡ്രോയിങ്സ് ഓരോ എലിമെന്റ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ലൈക്ക് ഓരോന്നിന്റെയും ക്വാണ്ടിറ്റീസ് നമ്മൾ മെഷർ ചെയ്ത് അങ്ങനെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സ് പ്രിപ്പയർ ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്, അതായത് BOQ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യും. പിന്നെ അതിന്റെ എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഉണ്ടാവും. അതുപോലെ വരുന്നതാണ് നമുക്ക് ടെൻഡർ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അതായത് ടെൻഡർ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടാവും, സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, BOQs ഉണ്ടാവും. അപ്പം ടെൻഡർ ഡോക്യുമെന്റ്സ് ഒക്കെ റിസീവ് ആയി കഴിയുമ്പോൾ നമ്മൾ ടെൻഡറിങ് പ്രോസസ്സിലേക്ക് കടക്കും. ടെൻഡറിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനീഷ്യലി ലൈക്ക് ടെൻഡർ ഫ്ലോട്ട് ചെയ്യാനുണ്ടാവും, പ്രീ ക്വാളിഫിക്കേഷൻ ക്വസ്റ്റനേഴ്സ് ഉണ്ടാവും, പ്രീ ബിഡ് മീറ്റിംഗ്സ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ലൈക്ക് കോൺട്രാക്ടേഴ്സ് ബിഡ് സബ്മിറ്റ് ചെയ്യും. പിന്നെ പല സ്റ്റേജസിലായിട്ട് അതിന്റെ ടെക്നോ കമേഴ്ഷ്യൽ നെഗോസിയേഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ വർക്ക് അവാർഡ് ചെയ്യും. അപ്പം ഈ ടെൻഡറിങ് പ്രോസസ്സും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റി സർവേയർ ആയിരിക്കും. പിന്നെ വൺസ് നമ്മളുടെ വർക്ക് എക്സിക്യൂഷൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് സൈറ്റിൽ നടക്കുന്ന വർക്ക് മെഷർ ചെയ്യാനും വാല്യൂ ചെയ്യാനും ഉണ്ടാവും. അത് വെച്ച് നമ്മൾ ലൈക്ക് പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യും. ഈ പേയ്മെന്റ് ആപ്ലിക്കേഷൻ നമ്മൾ സർട്ടിഫൈ ചെയ്യാനുണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പം വേരിയേഷൻസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ വേരിയേഷൻ റിക്വസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, വേരിയേഷൻ ഓർഡേഴ്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതേപോലെ നമുക്ക് പ്രൊക്യൂർമെന്റ് ഉണ്ടാവും. അതായത് നമുക്ക് കൺസ്ട്രക്ഷന് ആവശ്യമായിട്ടുള്ള പല ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവും. അപ്പം അത് നമ്മൾ സോഴ്സ് ചെയ്യണം, അതിന്റെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക, അതിന്റെ സപ്ലയേഴ്സുമായിട്ട് പ്രൈസ് എടുക്കുക, അവരുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യുക. എന്നിട്ട് ലൈക്ക് അതിന്റെ വർക്ക് ലൈക്ക് ആ ഒരു കോൺട്രാക്ട് അവാർഡ് ചെയ്യുക. അതുപോലെ നമുക്ക് മെറ്റീരിയൽസിന്റെ ഒക്കെ പ്രൊക്യൂർമെന്റ് പ്ലാൻ ഉണ്ടാവും. ഏത് മെറ്റീരിയൽ, എത്ര ക്വാണ്ടിറ്റി, നമുക്ക് എപ്പോൾ വേണം എന്നുള്ള രീതിയിലുള്ള പ്രൊക്യൂർമെന്റ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതിന്റെ ഡെലിവറി ഷെഡ്യൂൾസ് ചെക്ക് ചെയ്യും. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഉറപ്പുവരുത്തും. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രൊക്യൂർമെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ബില്ല് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, ഫൈനൽ ബില്ല് സർട്ടിഫൈ ചെയ്യാനുണ്ടാവും. അതുപോലെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഹാൻഡ് ഓവറിന്റെ സമയത്താണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് റെക്കോർഡ്സും ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടാവും. അതായത് കൺസ്ട്രക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ടാവുമല്ലോ. അപ്പം അതും ഒക്കെ നമ്മൾ ക്ലയന്റിന് ഹാൻഡ് ഓവർ ചെയ്യണം. പിന്നെ ഇതിനൊക്കെ പാരലായിട്ട് നമ്മൾ ലൈക്ക് പല കോസ്റ്റ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും, ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യും, ഇൻഫ്ലോ ഔട്ട്ഫ്ലോ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യും, അതിനനുസരിച്ച് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും നമ്മൾ ഹയർ മാനേജ്മെന്റിനായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പല റോൾസിലായിട്ടും പല ഫേസസിലായിട്ടും ക്വാണ്ടിറ്റി സർവേയേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഔട്ട് ഓഫ് ദീസ് മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത് ഫോർ എ സക്സസ്ഫുൾ ക്വാണ്ടിറ്റി സർവേയർ ആവാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി സർവേയർ ആവാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കൊരു ഗ്രാജുവേറ്റ് ലെവൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ദേർ. അത് പല സ്ട്രീംസിലാവാം, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അങ്ങനെ ഒരു ലൈക് ബേസിക് ഗ്രാജുവേറ്റ് ലെവലിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ്ങിന്റെ പല ഫേസുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിപ്പോ നമ്മളൊരു ഇന്റർവ്യൂവിൽ പോയി നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിലും നമ്മൾക്കിപ്പോൾ ഒരു ജോലി കിട്ടി, അവിടെ നമ്മളൊരു കമ്പനിയിൽ കയറി അവിടെ നമുക്ക് തരുന്ന ടാസ്ക് സക്സസ്ഫുള്ളി ചെയ്യണമെങ്കിലും ഒക്കെ ഈ ക്വാണ്ടിറ്റി സർവേയിങ് ആസ്പെക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് വളരെ അത്യാവശ്യമാണ്. പിന്നെ അപ്പം ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെയുള്ളൊരു നോളജ് ഷുഡ് ബി ദേർ. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഏതൊക്കെ സ്റ്റേജസിലായിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്, എന്തൊക്കെ ഇൻവോൾവ്ഡ് ആണ് അതിനകത്ത്, അങ്ങനെയൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. പിന്നെ IT സ്കിൽസ്, അതായത് ഇമ്പോർട്ടൻ്റ്ലി MS ഓഫീസ് സൂട്ട്, അതിൽ പറയുകയാണെങ്കിൽ വേർഡ്, പവർ പോയിന്റ്, എക്സൽ, ഇതിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോകാഡ് തുടങ്ങി
വേറെ പല ഡിജിറ്റൽ ടേക്ക് ഓഫ് സോഫ്റ്റ്വെയർസും ഇപ്പം കറന്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് പ്ലാൻസ്വിഫ്റ്റ്, ബ്ലൂ ബീം, CCS Candy, കോസ്റ്റെക്സ്. അപ്പം ഇറ്റ് ബേസിക്കലി ഡിപ്പെൻസ് അപ്പോൺ ദ കമ്പനി ആൻഡ് ദ കൺട്രി വെർ യു ആർ വർക്കിംഗ്. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജും നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ സ്കിൽസ്. ബിക്കോസ് നമുക്ക് ഒരുപാട് നമ്പേഴ്സുമായിട്ടുള്ള ഡീലിംഗ് ആയിരിക്കും, വിൽ ബി ഡീലിംഗ് വിത്ത് ലോട്ട്സ് ഓഫ് കാൽക്കുലേഷൻസ്. അപ്പൊ അതുകൊണ്ട് ന്യൂമറിക്കൽ സ്കിൽസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ നമുക്കൊരു കമേഴ്ഷ്യൽ അവയർനെസ് ഉണ്ടായിരിക്കണം, ലൈക്ക് ഹൗ ബിസിനസ്സസ് ആർ മേക്കിംഗ് മണി, ലൈക്ക് വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ്, എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് റിട്ടൺ ആണെങ്കിലും വെർബൽ ആണെങ്കിലും. ഇപ്പൊ നമുക്ക് മിക്കവാറും പുറത്തുള്ള കമ്പനീസിലൊക്കെ പോയി ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ നോൺ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്നുള്ള കാൻഡിഡേറ്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. അപ്പം നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും, അത് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെയുള്ളതാണ് ടീം വർക്ക് ആൻഡ് മോട്ടിവേഷൻ. ബിക്കോസ് പല കാര്യങ്ങളും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വിൽ ബി ആസ് എ ടീം. അപ്പം ആ ഒരു മ്യൂച്വൽ കോർഡിനേഷൻ, മോട്ടിവേഷൻ, അങ്ങനെയുള്ള സ്കിൽസും നമുക്ക് വേണം. ടെക്നിക്കൽ സ്കിൽസ് മാത്രം പോരാ, അതിന്റെ കൂടെ ഇങ്ങനെയുള്ള ടീം ബിൽഡിംഗ് സ്കിൽസും അത്യാവശ്യമാണ്. പിന്നെ ലൈക്ക് വിൽ ബി ലിയേസിംഗ് വിത്ത് സപ്ലയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, സബ് കോൺട്രാക്ടേഴ്സ്, ക്ലയൻസ്. അപ്പം അങ്ങനെ പലരുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുണ്ടാവും. അപ്പം അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഷുഡ് ബി ദെയർ. പിന്നെ ഓഫ് കോഴ്സ് ടൈറ്റ് ഡെഡ് ലൈൻസ് ഉണ്ടാവും. അപ്പം ആ ഡെഡ് ലൈൻസിനൊക്കെ അനുസരിച്ച് നമ്മൾ പ്രോ ആക്റ്റീവ്ലി വർക്ക് ചെയ്യണം. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അനാലിറ്റിക്കൽ സ്കിൽസ്, അങ്ങനെയുള്ളതൊക്കെ ഒരു ലൈക്ക് നമുക്കൊരു ഈ ഒരു പൊസിഷനിൽ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് വരാറുണ്ട്. അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി സർവിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു മിസ്കൺസെപ്ഷൻസ്? ഈ ഫീൽഡിലുള്ള മിസ്കൺസെപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷൻ ആണ്, ദിസ് ഇസ് ജസ്റ്റ് ലിമിറ്റഡ് ടു ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്. ഓഫ് കോഴ്സ് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, എങ്കിൽ കൂടി വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്, ലൈക്ക് ടെൻഡറിങ്, പ്രൊക്യൂർമെന്റ്, കോൺട്രാക്ട്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സ്. പിന്നെ ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്, അതായത് ഇത് ജസ്റ്റ് സോൺലി നമ്പർ ക്രഞ്ചിങ് ആണ്, നമുക്ക് ഒരുപാട് ലൈക്ക് കാൽക്കുലേഷൻസ്, ന്യൂമറിക്കൽ എബിലിറ്റീസ് മാത്രം മതി ഇങ്ങനെ ഒരു റോള് ചെയ്യാനെന്ന് പറയുന്നത്. അപ്പം അതും ശരിയല്ല. ബിക്കോസ് നമുക്ക് ഈക്വലി ആവശ്യമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണെങ്കിലും അനലിറ്റിക്കൽ സ്കിൽസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു ജോബ് റോളിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ആണ്. അതുപോലെ ചിലരൊക്കെ പറയാറുണ്ട് ഇത് ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ ജോബാണ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ക്രിയേറ്റീവ് എന്നുള്ളത്. അപ്പം അതും ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മിസ്കൺസെപ്ഷൻ. ബിക്കോസ് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ നോൺ ക്രിയേറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു ലൈക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻസ് എടുക്കുന്നതും നമുക്ക് എങ്ങനെയൊക്കെ റിസോഴ്സസ് മാനേജ് ചെയ്യാൻ പറ്റും, അതിനുള്ള വേസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതും ക്വാണ്ടിറ്റി സർവേയേഴ്സ് തന്നെയാണ്. സോ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു നോൺ ക്രിയേറ്റീവ് ജോബാണ് ഇത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെയുള്ള മിസ്കൺസെപ്ഷൻ ആണ് ഇതിന് ലൈക്ക് കരിയർ ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളത്. അത് ഈ ഒരു പ്രൊഫഷനെ കുറിച്ചിട്ട് ലൈക്ക് അത്ര അറിയാത്ത ആളുകളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. ബിക്കോസ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫീൽഡിൽ തന്നെ ഒരുപാട് കരിയർ പാത്തുകൾ ഉണ്ട്. നമുക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ ഓൺ കൺസൾട്ടൻസി ഫേംസ് തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ നമ്മളിപ്പം പല ഏരിയാസിലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം, അതായത് കോൺട്രാക്ട്സിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ബില്ലിങ്ങിലായിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ പല പോസിബിലിറ്റീസ് ആൻഡ് പല പാത്തുകൾ ഉണ്ട് നമുക്കൊരു കരിയർ ഗ്രോത്തിന് എന്നുള്ള രീതിയിൽ. അപ്പം ഇതൊക്കെ നമ്മൾ കോമൺലി
നമ്മളുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് പറയുന്ന മിസ്കൺസെപ്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിൽ തന്നെ ഒരു കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് അവർ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ? ഓക്കെ, കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ബേസിക്കലി ഒരു ഗ്രാജുവേറ്റ് ലെവൽ ഡിഗ്രി ഷുഡ് ബി ദെയർ. പിന്നെ ചില കമ്പനീസ് ഒക്കെ ഡിപ്ലോമ ഹോൾഡേഴ്സിനെയും പ്രിഫർ ചെയ്യാറുണ്ട്. ബട്ട് ദെൻ നമുക്കിപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി സർവിങ്ങിൽ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെന്തായാലും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുപോലെ നമ്മൾ ക്വാണ്ടിറ്റി സർവിങ്ങിന്റെ പല ആസ്പെക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. അതിനെ കുറിച്ചിട്ടുള്ള നോളജ് ഇസ് ഇന്നെവിറ്റബിൾ. ബിക്കോസ് നമുക്ക് നമ്മളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് ഈ പല ആസ്പെക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പല സ്കിൽസുകളെ കുറിച്ച് പറഞ്ഞു, ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. സോ അങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ പല കാര്യങ്ങൾ, എസ്റ്റിമേഷൻ എങ്ങനെയാണ്, കോൺട്രാക്ട്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പ്രൊക്യൂർമെന്റ് എങ്ങനെയാണ്, അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം. പിന്നെ നമുക്ക് പല സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, നമ്മൾ ഈ ഒരു ക്യുഎസിനായിട്ട് യൂസ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അപ്പം ആ സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടും നമ്മളൊരു നോളജ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്ന പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിപ്പം പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് നമ്മൾ ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്നതാണ് NRN, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ്. സോ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട് ആണ് ഫിഡിക്. അപ്പം ഫിഡിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതിലുള്ള ക്ലോസസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫെമിലാരിറ്റിയും നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് IS 1200, SP27 ഇതുപോലെയുള്ള സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും നമുക്ക് അറിവുണ്ടാവണം. അതുപോലെ പിന്നെ ഇപ്പൊ കൺട്രി ടു കൺട്രി എന്താ പറയുക, ഓരോ കൺസ്ട്രക്ഷൻ ലോസ് ഒക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കൺസ്ട്രക്ഷൻ ലോസിനെ കുറിച്ചിട്ടും നമുക്കൊരു ഫെമിലാരിറ്റി ഉണ്ടാവണം. പിന്നെ അതുപോലെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പല സ്കിൽസും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ എന്താ പറയാ, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുക. ബിക്കോസ് പല ചേഞ്ചസ് വരും നമ്മളുടെ ഇൻഡസ്ട്രിയിൽ. അതിപ്പോ പല ടെക്നോളജീസ് ആണെങ്കിലും സോഫ്റ്റ്വെയർസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ പല ചേഞ്ചസ് വരും. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് കമ്പീറ്റന്റ് ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്നവര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നന്നാവും. ഇനി ടീം വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ടീം വർക്ക് ഇൻ ക്വാണ്ടിറ്റി സർവേയിങ്? ടീം വർക്ക് ഇപ്പൊ നമ്മൾ മറ്റേതൊരു ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടും പറയുന്ന അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയിങ്ങിലാണെങ്കിലും ടീം വർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ പെർഫോമൻസും സമ്മപ്പ് ചെയ്യുന്നതിലും ബിയോണ്ട് ആയിരിക്കും ഒരു ടീമിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ടീമിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കാണെങ്കിലും കൺസ്ട്രക്ഷനിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഡീൽ ചെയ്യാനുണ്ടാവും. ഡ്രോയിങ്സ് ഉണ്ടാവും, സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, ടെൻഡർ ഷെഡ്യൂൾസ് ഉണ്ടാവും, സബ് കോൺട്രാക്ടർ ക്വയറീസ്, BOQs. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ ടീം മെമ്പേഴ്സിന്റെയും കപ്പാസിറ്റി മനസ്സിലാക്കി അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിഗിനർ ലെവലിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിലും നമുക്കൊരു BOQ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്, നമുക്കൊരു ടീം ഓഫ് ക്വാണ്ടിറ്റി സർവേയേഴ്സ് ഉണ്ട്, ആൻഡ് വി ഹാവ് എ ഡെഡ് ലൈൻ ടു. ഇത് ചിലപ്പോൾ ഒരു ബിഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഡെഡ് ലൈൻ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെയും കപ്പാസിറ്റി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഓരോരുത്തർക്കും അവരുടെ പാർട്ടിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനും പറ്റും, ആൻഡ് ദേ വിൽ ബി വർക്കിംഗ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. അപ്പം ആ രീതിയിൽ ഇപ്പൊ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് പേഴ്സൺ, അതായത് നമ്മൾ ആ ഒരു ടാസ്കിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ആർക്കാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ ഒരു ടീമിലാവുമ്പം പല ലെവൽസ് ഓഫ് എക്സ്പീരിയൻസും പല ലെവൽ ഓഫ് നോളജ് ഉള്ള ആളുകളും ഉണ്ടാവും. അപ്പം ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പം ഒരാൾ ലാക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേറൊരാൾ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് അവിടെ ഉണ്ടാകുമ്പോഴും നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാനും ഒക്കെ പറ്റും.
സോ ലൈക്ക് ദ സെയിം അപ്ലൈസ് ടു ദ ഹോൾ ക്വാണ്ടിറ്റി സർവിങ് പ്രോസസ് ഒരു ടീം വർക്ക് എന്നുള്ളതിൽ. ഓക്കെ, നമ്മളിപ്പോ പ്രീ കൺസ്ട്രക്ഷൻ ഫേസിനെ പറ്റി പറയുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഒരു ക്വാണ്ടിറ്റി സർവേന്റെ റെസ്പോൺസിബിലിറ്റീസ്? പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മളുടെ കോൺട്രാക്ട് അവാർഡ് ആവുന്നതിന് മുമ്പേ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരു ഇനീഷ്യൽ ഡിസൈൻ സ്റ്റേജ് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. കാരണം ഇനീഷ്യലി ഇപ്പൊ നമുക്ക് ലൈക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒന്നും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. നമ്മുടെ കയ്യിൽ കൺസെപ്റ്റ് ഡ്രോയിങ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യും, പ്രിലിമിനറി ആയിട്ടുള്ള ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യും. പിന്നീട് നമുക്ക് ഡ്രോയിങ്സ് റിസീവ് ആവുന്നതിനനുസരിച്ച് ലൈക്ക് സ്കീമാറ്റിക് ഡ്രോയിങ്സ്, ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സ് പ്രിപ്പയർ ചെയ്യും. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻസ് ചെയ്യും. ഓരോ ഐറ്റംസും ലൈക്ക് എത്ര ക്വാണ്ടിറ്റി ആണ് ആസ് പെർ ദ ഡ്രോയിങ്സ് വരുന്നത്, അത് വെച്ചിട്ട് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യും. പിന്നെ നമ്മൾ എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ടെൻഡറിങ് പ്രോസസ്സിലേക്ക് കടക്കും. അപ്പൊ ടെൻഡറിങ് പ്രോസസ്സിലാവുമ്പോൾ നമുക്ക് ടെൻഡർ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. പല പല സ്റ്റേജസിലായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. ടെൻഡർ ഫ്ലോട്ട് ചെയ്യുക, ലൈക്ക് പ്രീ ബിഡ് മീറ്റിംഗ്സ് ഉണ്ടാവും, ടെൻഡർ സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, പല ലെവൽസ് ഓഫ് ടെക്നോ കമേഴ്ഷ്യൽ നെഗോസിയേഷൻസ് ഉണ്ടാവും, പിന്നെ വർക്ക് അവാർഡ് ചെയ്യുക. ഇതൊക്കെ ഒരു ക്വാണ്ടിറ്റി സർവേയർ ആയിരിക്കും ഈ ഒരു ടെൻഡറിങ് പ്രോസസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാല്യൂ എഞ്ചിനീയറിംഗ് അഡ്വൈസസ് കൊടുക്കാനുണ്ടാവും. പിന്നെ നമ്മൾ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതായത് നമ്മളുടെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒക്കെ എങ്ങനെയാണ്, അത് വെച്ച് നമ്മൾ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് പ്രിപ്പയർ ചെയ്യും, ഡീറ്റെയിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾക്ക് കൂടുതലും പ്രീ കൺസ്ട്രക്ഷൻ ഫേസിൽ അല്ലെങ്കിൽ പ്രീ കോൺട്രാക്ട് ഫേസിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, നമ്മളിപ്പോ QSന്റെ ഫീൽഡിൽ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഏത് തരം ഒരു എഡ്യൂക്കേഷൻ ലെവല് അറ്റൈൻ ചെയ്യണം? ഓക്കെ, QSൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും നമുക്കൊരു ഗ്രാജുവേറ്റ് ലെവൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ദയർ. പിന്നെ ലൈക്ക് ചില കമ്പനീസ് ആണ് ലൈക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിനെ ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഓബ്വിയസ്ലി നമുക്കിപ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്രയായാലും ഒരു ആഡഡ് ബെനിഫിറ്റ് തരും. അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന കാര്യമാണ് നമ്മളുടെ റോളിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് QSന്റെ പല ആസ്പെക്റ്റുകളെ കുറിച്ചിട്ട് അറിയാന്നുള്ളത്. ബിക്കോസ് പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്തൊന്നും അതിനെക്കുറിച്ച് ഇൻഡെപ്ത് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും നമുക്ക് അറിവ് ഉണ്ടായിരിക്കണം. പിന്നെ പല ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, റെലവെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, അതുമൊക്കെ ആവശ്യമാണ്. പിന്നെ ഇപ്പം എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ചിലരൊക്കെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ലെവലിലൊക്കെ ക്വാണ്ടിറ്റി സർവിങ് ചൂസ് ചെയ്യുന്നവരുണ്ട്. അതും അല്ലെങ്കിൽ പല ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഫീൽഡിൽ തന്നെ വരുന്നത്. അപ്പം അങ്ങനെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്നവരും ഉണ്ട്. അപ്പം ബേസിക്കലി നമുക്ക് ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ലെവൽ ഡിഗ്രിയും നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ്ങിന്റെ ആസ്പെക്റ്റുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ ഒരു ആസ് എ QS നമ്മളിപ്പോ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്, വളരെ ബേസിക് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രോയിങ്സ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. നമുക്ക് പലതരത്തിലുള്ള ഡ്രോയിങ്സ് ഉണ്ടാവും, ആർക്കിടെക്ചറൽ, സ്ട്രക്ചറൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. അപ്പം അതിനകത്തുനിന്നും ലൈക്ക് ഓരോ എലിമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റീസ് എടുക്കാനുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഷുഡ് ബി ദയർ. പിന്നെ നമുക്കിപ്പോൾ ഓരോന്നിന്റെയും മെഷർമെന്റ്സ് എങ്ങനെയാണ്, അതായത് നമ്മൾ പല യൂണിറ്റ്സിൽ അല്ലെങ്കിൽ പല തരത്തിലാണ് ഓരോ ഐറ്റംസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം ലൈക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൗണ്ട് മെഷർമെന്റ് എടുക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ലീനിയർ ടൂൾ വെച്ചിട്ട് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഏരിയ മെഷർ ചെയ്യുന്നത് എന്തൊക്കെയാണ്, വാട്ട് ഓൾ കംസ് അണ്ടർ വോള്യൂം. അപ്പം അങ്ങനെ ഓരോന്നും നമ്മളിപ്പോൾ ഡ്രോയിങ്സ് ഏത് യൂണിറ്റിലാണ് എടുക്കുന്നത്, BOQ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് യൂണിറ്റ്സിലാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ നമ്മൾ കൺസ്ട്രക്ഷനിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പല മെറ്റീരിയൽസ് ഉണ്ട്, ലൈക്ക് കോൺക്രീറ്റ്, സ്റ്റീൽ, വുഡ്, ബ്ലോക്സ്, ഫിനിഷസ്. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നമുക്കൊരു ഫെമിലാരിറ്റി ഉണ്ടായിരിക്കണം.
അതായത് ഇതിൻ്റെതൊക്കെ പ്രോപ്പർട്ടീസ് എന്താണ്, ഡൈമെൻഷൻസ് എന്താണ്, അതിൻ്റെയൊക്കെ യൂസേജ് എവിടെയൊക്കെയാണ്, അങ്ങനെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ നമുക്ക് ഓരോന്നിന്റെയും സ്പെസിഫിക്കേഷൻസും ഉണ്ടാവുമല്ലോ. അപ്പം ആ സ്പെസിഫിക്കേഷൻസ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഓൾസോ ഷുഡ് ബി ദയർ. ബിക്കോസ് നമുക്ക് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, പെർഫോമൻസ് ക്രൈറ്റീരിയ ഉണ്ടാവും. അപ്പം അതിനൊക്കെ ഇൻ ലൈൻ ആയിട്ട് വേണം നമ്മൾ നമ്മളുടെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സും പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആക്യുറസി ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ബിക്കോസ് നമ്മളിപ്പം ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ എറേഴ്സ് വന്നാൽ തന്നെ അത് ചിലപ്പം സിഗ്നിഫിക്കൻറ്റ് ഡിസ്ക്രിപ്പൻസീസ് കാണിക്കും നമ്മൾ ബഡ്ജറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലൈക്ക് ഡ്രോയിങ്സ് ആണെങ്കിലും സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും ഒക്കെ തറലി റിവ്യൂ ചെയ്യണം. അതുപോലെ നമ്മളുടെ മെഷർമെന്റ്സും തറലി റിവ്യൂ ചെയ്തിട്ട് വേണം നമ്മൾ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ ലൈക്ക് നമുക്ക് പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് ഇപ്പോൾ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടും നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ലൈക്ക് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് പ്രോസസ്സിനെ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് പലതരത്തിലുള്ള റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാം, പിന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടേക്ക് ഓഫ്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടുള്ള നോളജ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നമുക്ക് പല ഇൻഡസ്ട്രി കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ മെറ്റീരിയൽസ് ആയിട്ടും പുതിയ ടെക്നോളജീസ് ആയിട്ടും ഒക്കെ പല പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് വരും. അപ്പൊ എപ്പോഴും ആ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഏതൊരു പ്രൊഫഷൻ നോക്കുകയാണെങ്കിലും എഡ്യൂക്കേഷൻ കഴിയുന്നു, പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു പാറ്റേൺ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു QS ഫീൽഡിൽ വരുന്ന സമയത്തും വൈ ഡു പീപ്പിൾ ചൂസ് ടു മൈഗ്രേറ്റ് ടു ഡിഫറെന്റ് കൺട്രീസ്? എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ? ഇതിന്റെ ഒരു ഗ്ലോബൽ ഡിമാൻഡ് കൊണ്ട് തന്നെ ആവാം. ബിക്കോസ് ഇപ്പൊ നമുക്ക് പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് കാരണം ലൈക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് നടക്കുന്നത് കാരണം ഒരു വേൾഡ് വൈഡ് ഡിമാൻഡ് തന്നെയാണ് ഈ ഒരു പ്രൊഫഷനിലുള്ളത്. അപ്പം നമുക്ക് എവിടെയാണോ കൂടുതൽ അർബനൈസേഷൻ നടക്കുന്നത്, എവിടെയാണ് കൂടുതൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നത്, അങ്ങനെയുള്ള കൺട്രീസിലേക്കായിരിക്കും ആളുകൾ പോവാൻ താല്പര്യപ്പെടുന്നത്. പിന്നെ അതുപോലെ നമുക്കൊരു ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളുടെ എക്സ്പീരിയൻസ് വോണ്ട് ബി കൺഫൈൻഡ് ടു ജസ്റ്റ് വൺ കൺട്രി ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസസ്. അപ്പം നമുക്ക് പല കൺട്രീസിലുള്ള കൾച്ചറൽ ആൻഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് എന്താണ് അതൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ നമ്മളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിനെ ഒന്നുകൂടി ബ്രോഡൻ ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയോട് തന്നെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ നമ്മൾക്കിപ്പോൾ ഒരു കരിയർ അഡ്വാൻസ്മെന്റ് എന്നുള്ള രീതിയിലാണെങ്കിലും നമുക്ക് പല പുതിയ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ എത്താനാണെങ്കിലും നമുക്ക് ഹൈ പേയിങ് ജോബ്സ് കിട്ടാനാണെങ്കിലും സ്പെഷ്യലൈസ്ഡ് പ്രോജക്ട്സിന്റെ ഭാഗമാവാനാണെങ്കിലും ഒക്കെയുള്ള പോസിബിലിറ്റീസ് വിൽ ബി മോർ. അതുപോലെ തന്നെ നമുക്ക് പുതിയ എമേർജിംഗ് മാർക്കറ്റ്സിന്റെ ഭാഗമാവാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ കൺട്രിയിൽ ഇല്ലാത്ത ടൈപ്പ് ഓഫ് യുണീക്ക് പ്രോജക്ട്സിന്റെ ഭാഗമാവാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മളുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ലൈക്ക് പല ഡിഫറെന്റ് കൺട്രീസിലുള്ള ആളുകളുമായിട്ട് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല എക്കണോമിക് റീസൺസ് കൊണ്ടും മൂവ് ചെയ്യുന്നവരുണ്ട്. ബിക്കോസ് എന്താ പറയാ, നമ്മൾക്കിപ്പോൾ എവിടെയാണോ കൂടുതൽ സാലറീസ് കിട്ടുന്നത് അല്ലെങ്കിൽ ബെറ്റർ ജോബ് പ്രോസ്പെക്ട്സ് കിട്ടുന്ന കൺട്രീസ് അതിനനുസരിച്ചിട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. സോ എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്ന കൺട്രീസ് ഒക്കെ ആ രീതിയിലും ആളുകൾ ചൂസ് ചെയ്യും. പിന്നെ അതും അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസ് കാരണവും മൈഗ്രേറ്റ് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ ലാംഗ്വേജസിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലി റീസൺസ് കൊണ്ടും മൈഗ്രേറ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അപ്പം എനിഹൗ നമ്മളിങ്ങനെ പല കൺട്രീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പ്രൊഫഷനോട് തന്നെ. ഓക്കെ, ഏതൊരു ഫീൽഡിലേക്ക് വരുമ്പോഴും മെന്റർഷിപ്പ് ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്.
അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിൽ മെന്റർഷിപ്പിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അത് എത്രത്തോളം നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ്ങിനെ എഫക്ട് ചെയ്യുന്നു, അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റും? യെസ് ഒരു ക്വാണ്ടിറ്റി സർവേയറെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു മെന്ററെ കിട്ടാന്നുള്ളത്. ബിക്കോസ് നമ്മളെക്കാളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും, ഒരുപാട് നോളജ് ഉള്ളവരായിരിക്കും. അപ്പൊ ഒരു നോളജ് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിലും നമുക്ക് പല കാര്യങ്ങൾ അവരുടെ നിന്ന് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനെ കുറിച്ചിട്ട് ഒരു ഇൻഡെപ്ത് നോളജ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കരിയർ ഗൈഡൻസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും ഇപ്പം കറന്റ്ലി ജോബ് മാർക്കറ്റിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്, ഏതൊക്കെ കരിയർ പാത്തുകളാണ് ഉള്ളത്, നമുക്ക് എന്തിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും, അപ്പം ഓരോന്നിലും നമ്മൾ എന്തൊക്കെ ചാലഞ്ചസ് ആയിരിക്കും ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ നമുക്കൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കും കൂടിയാണ് ഇങ്ങനെ ഒരു മെന്റർ ഉണ്ടാവും. അതായത് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണോ കുറച്ച് ലാക്ക് ചെയ്യുന്നത്, നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യണോ, അതോ പ്രോബ്ലം സോൾവിങ് സ്കില്ലിലാണോ നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാം. ബിക്കോസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, എൻകറേജ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ് നമ്മളുടെ മെന്റർ. അപ്പൊ അതുവഴി നമുക്കും ലൈക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാ അതിനെ ഓവർകം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരു മെന്ററുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ മെന്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ഒരു ലൈക്ക് നെറ്റ്വർക്ക്സ് ഉണ്ടാവും, ഇൻഡസ്ട്രി പ്രൊഫഷണൽസിനെ അറിയാൻ പറ്റും. അപ്പം അതുവഴി നമുക്ക് നമ്മളുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പല ഇൻഡസ്ട്രി ഇവന്റ്സിനെ കുറിച്ചിട്ടും അറിയാം, പല പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിനെയും പരിചയപ്പെടാം. അപ്പൊ അങ്ങനെ ഇപ്പം പല പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ലൈക്ക് ഈ ഒരു മെന്റേഴ്സ് ത്രൂ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചിലരൊക്കെ എന്താ പറയാ ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിലും കാണാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഇന്ന ആളെ പോലെയാണ് ആവേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ആളുടെ പൊസിഷനിലാണ് എനിക്ക് എത്തേണ്ടത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ബേസിക്കലി മെന്റർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അടുത്ത ജനറേഷൻ ഓഫ് ക്വാണ്ടിറ്റി സർവേയേഴ്സിനെ നേർച്ചർ ചെയ്യാന്നുള്ളതാണ്. അതായത് അവരിൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് അല്ലെങ്കിൽ കൊളാബറേഷൻ നമ്മൾ വളർത്തിയെടുത്ത് ഈ ഒരു പ്രൊഫഷന്റെ തന്നെ ഒരു സസ്റ്റൈനബിലിറ്റി കൂടിയാണ് നമ്മൾ ഈ മെന്റർഷിപ്പിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിലാണ് ബേസിക്കലി നമ്മുടെ ക്വാണ്ടിറ്റി സർവേയേഴ്സ് വർക്ക് ചെയ്യാറ്? നമുക്ക് പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് റെസിഡൻഷ്യൽ ഉണ്ടാവും, കമേഴ്ഷ്യൽ ഉണ്ടാവും. അപ്പം ഓരോ കാറ്റഗറിയിലും വരുന്ന ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ കാറ്റഗറിയിൽ വരുന്നതാണ് ഹൗസസ്. അതിപ്പം സിംഗിൾ ഫാമിലി ഹോംസ് ആവാം, അല്ലെങ്കിൽ മൾട്ടി ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആവാം, അപ്പാർട്ട്മെന്റ് കോംപ്ലക്സസ് ആവാം. അതൊക്കെ റെസിഡൻഷ്യൽ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഉള്ളതാണ് കമേഴ്ഷ്യൽ. കമേഴ്ഷ്യലിൽ കൂടുതലായിട്ടും നമുക്ക് ഓഫീസ് ബിൽഡിങ്സ്, പിന്നെ റീറ്റെയിൽ സ്റ്റോഴ്സ്, ഷോപ്പിംഗ് മോൾസ്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അതൊക്കെ നമുക്ക് കമേഴ്ഷ്യൽ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന പ്രോജക്ട്സ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിലാവുമ്പോൾ നമുക്ക് റോഡ്സ്, ബ്രിഡ്ജസ്, ഹൈവേസ്, പിന്നെ എയർപോർട്ട്സ്, പോർട്സ്, റെയിൽവേ സ്റ്റേഷൻസ്, അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ഉള്ളൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സും നമുക്ക് ഉണ്ടാവും. അതായത് പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സ്കൂൾസ്, കോളേജസ് എക്സെട്ര. പിന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് ഒക്കെ പോലെയുള്ളത്. പിന്നെ പല ഗവൺമെന്റ് ബിൽഡിങ്സ് ആണെങ്കിലും റിലീജിയസ് ബിൽഡിങ്സ് ആണെങ്കിലും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. പിന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഡാംസ്, കനാൽസ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഒക്കെ പോലെയുള്ളത്. അതുപോലെ വരുന്ന കാറ്റഗറിയാണ് നമുക്ക് എനർജി ആൻഡ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പവർ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, പവർ പ്ലാന്റ്സ്, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫെസിലിറ്റീസ്, വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, അതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സും ഉണ്ടാവും കേട്ടോ. അതായത് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിൽ എന്ന് പറയുമ്പം ഫാക്ടറീസ്, വെയർഹൗസസ്, പിന്നെ മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, ഇൻഡസ്ട്രിയൽ പാർക്സ്, അതൊക്കെ പോലെയുള്ള ബിൽഡിങ്സ് നമ്മൾ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിൽ വരുന്നതാണ്.
ഇനി ഇത് കൂടാതെ നമുക്ക് പലതരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കും റീഹാബിലിറ്റേഷൻ വർക്ക്സും അങ്ങനത്തതും ഒക്കെ നമുക്ക് പ്രോജക്ട്സ് വരാറുണ്ട്. ഓക്കെ, വിത്തിൻ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൽ തന്നെ ക്വാണ്ടിറ്റി സർവേയർ ഫ്രീക്വന്റ് ആയിട്ട് ആരോടൊക്കെയാണ് കൊളാബറേറ്റ് ചെയ്യാറ്? നമ്മൾ പലരുമായിട്ടും ആക്ച്വലി നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ജോബ് റോളിൽ കൊളാബറേറ്റ് ചെയ്യാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആർക്കിടെക്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ ക്ലയന്റ് എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് അതിന് അലൈൻഡ് ആയിട്ടാണോ പ്രൊജക്ടിന്റെ ഡിസൈൻ ഉള്ളത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കിടെക്ട്സുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യും. അപ്പം അവർക്ക് നമ്മൾ കോസ്റ്റ് അഡ്വൈസസ് കൊടുക്കും, എഞ്ചിനീയറിംഗ് സജഷൻസ് കൊടുക്കും, പിന്നെ ഏതെങ്കിലും ഒരു ഡിസൈൻ എലമെന്റിന് നമ്മളുടെ കോസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളൊരു ആർക്കിടെക്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് എഞ്ചിനീയേഴ്സ് ആണ്. അത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. അപ്പൊ അവരൊക്കെ ആയിട്ട് കൂടുതലും നമ്മൾ സ്പെസിഫിക്കേഷൻസിനൊക്കെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൊളാബറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിനീയേഴ്സുമായിട്ടും കൊളാബറേറ്റ് ചെയ്യും. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ് കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നത് വിൽ ബി ഡ്യൂറിങ് ടെൻഡറിങ് പ്രോസസ്, അതുപോലെ നമ്മൾ പ്രോജക്റ്റിന്റെ കോസ്റ്റ് മാനേജ് ചെയ്യാൻ, പിന്നെ പേയ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കോൺട്രാക്ടേഴ്സ്, സബ് കോൺട്രാക്ടേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പം ബിഡ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണെങ്കിലും വേരിയേഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണെങ്കിലും പേയ്മെന്റ്സ് സർട്ടിഫൈ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ക്വാണ്ടിറ്റി സർവേയേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന വേറൊരു സ്റ്റേക്ക് ഹോൾഡർ ആണ് ക്ലയന്റ്. അപ്പം ക്ലയന്റുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്ലയന്റിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്, പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരുടെ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കാനായിരിക്കും. എന്നിട്ട് നമ്മൾ കോസ്റ്റ് അഡ്വൈസസ് കൊടുക്കും, ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യും, പിന്നെ പല ഡിഫറെന്റ് പ്രൊക്യൂർമെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മളൊരു ക്ലയന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് നമുക്ക് സപ്ലയേഴ്സ് ആൻഡ് വെൻഡേഴ്സ് ഉണ്ടാവും. നമുക്ക് പല രീതിയിൽ പല മെറ്റീരിയൽസ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പൊ അതിൻ്റെ ഇതൊക്കെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും അവരുടെ അടുത്ത് നിന്ന് പ്രൈസ് എടുക്കാനും പിന്നെ നെഗോസിയേഷൻ ചെയ്യാനും അതിനനുസരിച്ച് നമ്മൾ ഇത് കോൺട്രാക്ട് അവാർഡ് ചെയ്യാനും ഒക്കെ സപ്ലയേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യും. നമ്മൾ ഡെലിവറി ഷെഡ്യൂൾസ് ചെക്ക് ചെയ്യും, നമ്മുടെ പ്രൊക്യൂർമെന്റ് പ്ലാൻസ് ചെക്ക് ചെയ്യും. ഈ ഡെലിവറി ഷെഡ്യൂളിനനുസരിച്ചിട്ട് മെറ്റീരിയൽസ് ഒക്കെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഇപ്പം നമ്മളുടെ ആവശ്യാനുസരണം ആ ഒരു മെറ്റീരിയൽ സപ്ലൈ എൻഷുർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സപ്ലയേഴ്സുമായിട്ടും കൊളാബറേറ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് നമുക്ക് പ്രോജക്ട് മാനേജേഴ്സുമായിട്ടും കൊളാബറേറ്റ് ചെയ്യാനുണ്ടാവും. ഇപ്പൊ നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും കോസ്റ്റ് മോണിറ്റർ ചെയ്യുമ്പോഴാണെങ്കിലും എന്താ പറയുക എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിന്റെ ബഡ്ജറ്റിനുള്ളിൽ ആ ഒരു പ്രോജക്റ്റ് ഒതുങ്ങുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യുന്നതും എല്ലാം ഒരു പ്രോജക്ട് മാനേജറുമായിട്ട് അലോങ് സൈഡ് നമ്മൾ വർക്ക് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പല കോസ്റ്റ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും, അതുപോലെ എന്തെങ്കിലും കോസ്റ്റ് സേവിങ് മെഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സജഷൻസ് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ പ്രോജക്ട് മാനേജേഴ്സ് ആയിട്ടും ഇന്ററാക്ട് ചെയ്യും. പിന്നെ വരുന്ന ഒരു കാറ്റഗറി കൂടിയാണ് നമ്മളുടെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി അതോറിറ്റീസ്. നമുക്ക് പലതരത്തിൽ പെർമിറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടാവും. അപ്പം അതിനു വേണ്ടി അപ്പം നമ്മൾ എൻഷുർ ചെയ്യും നമ്മളുടെ ബിൽഡിംഗ് ഇസ് ഇൻ കംപ്ലയൻസ് വിത്ത് ദ സോണിംഗ് റെഗുലേഷൻസ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ്, ഇതിനൊക്കെ കംപ്ലയന്റ് ആണ് എന്ന് നമ്മൾ എൻഷുർ ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഡ്യൂറിങ് ആ കോഴ്സ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, ഏതൊരു ഫീൽഡ് നോക്കുകയാണെങ്കിലും പലതരത്തിലുള്ള ചാലഞ്ചസ് ഉണ്ടാവും ഫോർ ഷുവർ. അപ്പൊ നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ക്വാണ്ടിറ്റി സർവേയേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി സർവേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രെവലന്റ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു കാര്യമാണ് കോസ്റ്റ് പ്രഷേഴ്സ്. അതായത് ഇപ്പൊ ക്ലയന്റിനാണെങ്കിലും ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണെങ്കിലും വളരെ ടൈറ്റ് ബഡ്ജറ്റിൽ ഈ ഒരു പ്രൊജക്ട് ഡെലിവറി ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളുടെ മൈൻഡിൽ ഈ ഒരു ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കണം, നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, റിസ്ക് മാനേജ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ക്വാണ്ടിറ്റി സർവേയർ ആണ് ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ ഇറ്റ്സ് ക്വൈറ്റ് ചാലഞ്ചിങ് സംടൈംസ്.
അതുപോലെ നമുക്ക് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് വരും ഒരു പ്രോജക്റ്റിന്റെ ഡ്യൂറേഷനിൽ. ഇപ്പൊ ചിലപ്പം ഡിലേ കാരണമായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് ഓവർ റൺസ് കാരണമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഡിസഗ്രീമെന്റ്സ് ഒക്കെ കാരണം ഡിസ്പ്യൂട്ട്സ് വരാം. അപ്പം ഈ ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി സർവേയേഴ്സ് ആണ്. അതായത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുണ്ടാവും, നമ്മൾ മീഡിയേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണം, ആർബിട്രേഷൻ ചെയ്യാനുണ്ടാവും. പിന്നെ ഈ നമ്മളൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഒത്തുതീർക്കാൻ പറ്റും, എങ്ങനെ ലീഗൽ റിസ്കുകൾ മിനിമൈസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ക്വാണ്ടിറ്റി സർവേയേഴ്സ് ആണ് ചെയ്യുന്നത്. ആൻഡ് അതൊക്കെ ക്വാണ്ടിറ്റി സർവേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് പല ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അപ്പം ഒബ്വിയസ്ലി ടെക്നോളജി നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെയാണെങ്കിലും നമ്മളിപ്പം പുതിയ ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് അതിനെക്കുറിച്ച് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുക, എന്നിട്ട് എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോയിലേക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ലേണിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി എന്നുള്ളൊരു സംഭവം ഒരു ക്വാണ്ടിറ്റി സർവേയർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡേറ്റ മാനേജ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പം ഈ ഡേറ്റ നമ്മൾ പ്രോപ്പർലി ഓർഗനൈസ് ചെയ്യും, അനലൈസ് ചെയ്യും, മാനേജ് ചെയ്യണം. അതുപോലെ ഒരുപാട് ലാർജ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ്സ് നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് അത് വെച്ച് ഡെസിഷൻ മേക്കിംഗ് ചെയ്യുക എന്നൊക്കെ പറയുന്നതും പലപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് വരാറുണ്ട്. പിന്നെ അതുപോലെ ചില സമയത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇനഫ് ആയിട്ടുള്ള സ്കിൽ ഇപ്പൊ നമുക്ക് കമ്പനിയിൽ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വർക്ക് പറഞ്ഞ സമയത്തിനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒബ്വിയസ്ലി നമുക്ക് ജോബ് സീക്കേഴ്സ് ഒരുപാട് ഉണ്ടാവും മാർക്കറ്റിൽ. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻസും സ്കിൽസും എക്സ്പീരിയൻസും ഉള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും എന്നുള്ളതും ചില സമയത്ത് ചാലഞ്ചിങ് ആയിട്ട് വരാറുണ്ട്. ബിക്കോസ് പ്രത്യേകിച്ചും ഈ കൂടുതൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന റീജിയൻസിലാവുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളൊരു സ്കിൽ ഷോർട്ടേജ് വരുമ്പോഴും നമുക്ക് വിചാരിച്ച സമയത്തൊക്കെ വർക്ക് തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി ചാലഞ്ചസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഒരു ക്വാണ്ടിറ്റി സർവേയിങ് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാന്ന് പറയുന്നത് വളരെ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് തന്നെ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ വർക്കിന്റെ ഒരു അഭിമാനമായിട്ടൊക്കെ നമുക്ക് തോന്നും. ബിക്കോസ് നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഓവർകം ചെയ്ത് ഇപ്പം ബഡ്ജറ്റ്സിലാണെങ്കിലും എസ്റ്റിമേറ്റ്സിലാണെങ്കിലും ഉള്ള ആക്യുറസി നമ്മൾ എൻഷുർ ചെയ്ത് ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ എഫേർട്ടിന്റെ ഒരു ടാഞ്ചിബിൾ റിസൾട്ടും കൂടിയാണ് ഒരു കംപ്ലീറ്റഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു QSനെ സംബന്ധിച്ചിടത്തോളം വളരെ റിവാർഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ സ്കിൽസിന്റെയും എക്സ്പെർട്ടീസിന്റെയും ഒരു വാലിഡേഷൻ കൂടിയല്ലേ ഒരു കംപ്ലീറ്റഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു നമ്മളുടെ തന്നെ ഒരു സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടീസിന്റെ ഒരു വാലിഡേഷൻ കൂടിയാണ്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിൽ കരിയർ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ എന്ത് ടിപ്സ് ആണ് കൊടുക്കാനുള്ളത്? യെസ്, ഈ ഫീൽഡിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ആദ്യം റെലവെന്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഗെയിൻ ചെയ്യുക. അത് നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിലുള്ള നമ്മളൊരു എഡ്യൂക്കേഷൻ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ എടുക്കുന്ന പ്രോഗ്രാം അക്രഡിറ്റഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ നമുക്ക് പല ടെക്നിക്കൽ സ്കിൽസ് ആവശ്യമായിട്ടുള്ളതുണ്ട്, അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത്, കോസ്റ്റ് എസ്റ്റിമേഷൻ എങ്ങനെയാണ്, ബഡ്ജറ്റിംഗ് എങ്ങനെയാണ്, പ്രൊക്യൂർമെന്റ്, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുക. അതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും നമ്മൾ ഇൻഡസ്ട്രിയിൽ പ്രെവലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഫെമിലറൈസ്ഡ് ആവുക. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിപ്പം ഇന്റേൺഷിപ്പിന്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനീസിലോ കൺസൾട്ടിങ് ഫേംസിലോ ഉള്ള ഒരു പാർട്ട് ടൈം ഇൻവോൾവ്മെന്റ് എന്നുള്ള രീതിയിലും വരാം. അപ്പം അങ്ങനെ നമുക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമാണ് ഒരു ക്വാണ്ടിറ്റി സർവേയർ ഡേ ടു ഡേ ബേസിസിൽ എന്തൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഡെവലപ്പ് ചെയ്തെടുക്കാം. ബിക്കോസ് നമ്മൾ ഒരുപാട്
സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾക്ക് ഇന്ററാക്ട് ചെയ്യാനുണ്ടാവും. ക്ലയൻസ്, കോൺട്രാക്ടേഴ്സ്, സബ് കോൺട്രാക്ടേഴ്സ്, സപ്ലയേഴ്സ്. അപ്പൊ നമ്മളൊരു കോൺട്രാക്ട് നെഗോസിയേറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിലും അതുമല്ല ജസ്റ്റ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ മാക്സിമം നെറ്റ്വർക്ക് ചെയ്യുക, ലൈക്ക് ഇൻഡസ്ട്രി ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിന്റെ ഭാഗമാവുക, പിന്നെ നമ്മളെ നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനൊക്കെയുള്ള മെന്റേഴ്സിനെ സീക്ക് ചെയ്യുക, നമ്മളുടെ നെറ്റ്വർക്ക് തന്നെ നമ്മൾ ലൈക്ക് ബിൽഡ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക. ബിക്കോസ് നമുക്കിപ്പം പല പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് പല സെമിനാർസ് ഉണ്ടാവും, വർക്ക്ഷോപ്സ് ഉണ്ടാവും, ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും, വെബിനാർസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കറന്റ്ലി ഉള്ള ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്താണ്, പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, പുതിയ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കാൻ പറ്റും. അതുപോലെ പിന്നെ നമുക്ക് പല ലൈക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഒരു കമ്പീറ്റൻസി അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പ്രൊഫഷനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. അതേപോലെ തന്നെ ബി പെർസിസ്റ്റന്റ്, ബി പ്രോആക്റ്റീവ്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ഔട്ട് ചെയ്യുക. അതിപ്പോ ഒരു ഇന്റേൺഷിപ്പ് ആണെങ്കിലും അല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഒക്കെ നമ്മളായിട്ട് എഫേർട്ട് എടുത്ത് അത് സീക്ക് ചെയ്യുക. അതേപോലെ ലൈക്ക് ബി പെർസിസ്റ്റന്റ് വിത്ത് യുവർ കരിയർ ഗോൾ. നമുക്ക് പല ചാലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യും. ഈ ഒരു കരിയർ പാത്തിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് പല ചാലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യും, പല പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടാവും. സോ അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ പെർസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഗോളിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഷാസിയ. ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.